പ്രകൃതി കാലങ്ങൾ മെനഞ്ഞ സൗന്ദര്യത്തിന്റെ മാന്ത്രിക സ്പർശം. നിന്നിലെ സൗന്ദര്യത്തെ കൂടുതൽ മനോഹരമാക്കാൻ ഈ പ്രകൃതിയെപ്പോലെ. അമി ഗോൾഡ്. രൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വഴിക്കടവിൽ CPM മാർച്ച് നടത്തി. ആനമറയിലെ വനം വകുപ്പ് ചെക്ക് പോസ്റ്റിലേക്കാണ് CPM പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് ലോക്കൽ സെക്രട്ടറി K. ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. CPIM സിന്ദാബാദ്, പ്രഷർ മാർച്ച് സിന്ദാബാദ്, പ്രഷർ മാർച്ച് സിന്ദാബാദ്, വീടിനകത്ത് ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിക്കൊണ്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഈ വന്യമൃഗശല്യം നേരിടുന്നതിന് വേണ്ടി ഈ നാടിനകത്ത് ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി രണ്ടാം പാടം, പുഞ്ചക്കൊല്ലി, ആനമറി ഭാഗങ്ങളിലൊക്കെ ഹാൻഡ് ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM വഴിക്കടവ് ലോക്കൽ കമ്മിറ്റി നൽകിയിട്ടുള്ള നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ 5 കിലോമീറ്റർ അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുകയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടിനകത്ത് ഈ ആനമറയിൽ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ആനകൾ തിളച്ചുമറിയുന്ന ഈ മേഖലയിൽ ഹാൻഡ് ഫെൻസിങ്ങിനുള്ള ഫണ്ടുകൾ കഴിഞ്ഞ LDF സർക്കാർ അനുവദിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇവിടുത്തെ UDF ഭരണസമിതി ഈ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ജനങ്ങളാകെ ഭീതിയിലാക്കിക്കൊണ്ട് അതിൽ നിന്നും ഭരണം നേട്ടം കൈവരുന്നതിനാണ് കഴിഞ്ഞ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്രത്തോളം വലിയ പ്രക്ഷോഭങ്ങളാണ് അവർ സംഘടിപ്പിച്ചത്. ആനക്കാട്ടിലൂടെ നടന്നു പോയാൽ പോലും പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഇവിടുത്തെ UDFന്റെ യൂത്ത് കോൺഗ്രസിന്റെ വെള്ളക്കതറിട്ട ഇവിടുത്തെ നേതാക്കന്മാർ ആനകൾ നാട്ടിലിറങ്ങിക്കൊണ്ട് മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് ആളുകളുടെ ഭക്ഷണ സാധനങ്ങളടക്കം തിന്നു തീർക്കുന്ന ഈ അവസരത്തിലും അതിനെതിരെ ഒരു പ്രതിഷേധം നടത്താനോ അതിനെതിരെ ആളുകളെ വന്ന് ആശ്വസിപ്പിക്കാനോ കഴിയാത്ത സ്ഥിതിയിലാണ് നിലവിലുള്ളത്. ഇതിനെതിരെ ഇവിടെ 50,000-നും 60,000-നും ഒക്കെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ട് ആര്യാടന്റെ മഹിമ പറഞ്ഞു നടക്കുന്ന ആര്യാടൻ ചോക്കത്തിന്റെ വഴിക്കടവിലെ നിരന്തര കാട്ടാനശല്യം ചെറുക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ആനമറയിലെ വനംവകുപ്പ് ചെക്ക് പോസ്റ്റിലേക്ക് CPM മാർച്ച് നടത്തിയത്. വഴിക്കടവ് ആനമറയിൽ മൂച്ചിക്കൽ മോഹനൻ, കുമാരദാസൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് വ്യാഴാഴ്ച പുലർച്ചെ കാട്ടാന ആക്രമണമുണ്ടായത്. ഏരിയ കമ്മിറ്റി അംഗം MT അലി, PC നാഗൻ, VT ഫൈറൂസ്, ബിൻഷാദ് വഴിക്കടവ്, ഇന്ത്യൻ കുഴിയൻ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.